ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ഷെഫീജ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലായി ചിക്കൻ. മലായി ചിക്കൻ ഇതൊരു മുഗളൈൻ ഡിഷാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ആദ്യം പാനൊന്ന് നല്ലവണ്ണം ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ നമുക്ക് ഇട്ടെടുക്കാവേ. ബട്ടർ നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. ചെറുതീയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചെറുതീയിൽ വെച്ചില്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിയും. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഹോൾ ഗരം മസാലയാണ്. ഗരം മസാല ഇതിൽ നിന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഗരം മസാല നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു ശകലം ഗാർലിക് ഇട്ട് കൊടുക്കണം. നല്ല ചോപ്പ് ചെയ്ത ഗാർലിക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഗാർലിക് ഒന്ന് ഏകദേശം ബ്രൗണായി വരണം. ഗാർലിക് ബ്രൗണായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത ഒണിയനും ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒണിയൻ ഇട്ട് കൊടുത്തേക്കാം. ഈ ഒണിയൻ നമുക്കൊരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരണം. അതുവരെ നമുക്കിത് നല്ലവണ്ണം സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഒണിയൻ ഏകദേശം ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്വല്പം നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. ശകലം സോൾട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒരു ഗോൾഡൻ കളറ് ബ്രൗൺ കളറാകുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ ഒണിയൻ ഏകദേശം ഒരു ഗോൾഡൻ കളറ് ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉണ്ട് ഇവിടെ. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒത്തിരി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഒരു അല്പം ക്യുമിൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ശകലം കസൂരി മേത്തി, നമ്മുടെ ഉലുവായുടെ ഇല ഇതിലേക്ക് ഡ്രൈ ആണ്, ഇത് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാൻ. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ജിഞ്ചർ ഗാർലിക് ഈ ഒരു സ്വല്പം കൂട്ടി വെക്കാം. ഇതൊന്ന് നമുക്ക് കുക്കാകട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് മൂടി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഉണ്ട്. കാഷ്നട്ട് നമ്മുടെ കശുവണ്ടി നല്ലോണം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാഷ്നട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറുതീയിൽ വെച്ച് നല്ലോണം ആ കാഷ്നട്ടിൻ്റെ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഒന്ന് പിടിക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മലായി ചിക്കൻ ഏകദേശം ഒരു ഫൈനലെത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റത്തെ പരിപാടിയായിട്ട് അതിലേക്ക് ഒരല്പം ഫ്രഷ് ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇവനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് വരുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് ഇവനെ അങ്ങ് ഓഫ് ചെയ്യണം.
അങ്ങനെ നമ്മുടെ മലായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റത്തെ പരിപാടി ഒരല്പം മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ, ഇത് കഴിച്ചിട്ടെങ്കിൽ നഷ്ടമാണ്. ചിക്കനൊക്കെ ഉണ്ട് നോക്കി, നല്ല ആ ഗ്രേവിക്കകത്ത് നല്ല സെറ്റായിരിക്കുന്നു. അടിപൊളി. എല്ലാവരും ഇത് നോക്കണം കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചുമ്മാ.